ഇതോ നിങ്ങൾ പോകുന്ന മുന്നേ കഥ നോക്കണേ, അത് തുറക്കുമ്പോഴായിരിക്കും എല്ലാം ഭയങ്കര ടൈറ്റ്. അതിപ്പോ നോക്കണ്ട അണ്ണാ. ഇവിടെ കോടാലി വെട്ടത്തിൽ ഇരിപ്പുണ്ടോ? അതെന്തിനാടാ? അത് കുറച്ചേ വെട്ടത്തിൽ അങ്ങ് വെട്ടിയാൽ കളയുന്നത്, അല്ലെങ്കിൽ ആശാനം ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് ചെയ്യാം. എന്തെങ്കിലും നിങ്ങളുടെ പണി 20-ാം തീയതിക്കുള്ളിൽ തീർത്ത് തരണം. എനിക്കിവിടെ വേറെ പണിയൊക്കെ ഉണ്ട്, പാല് വെച്ചുള്ളത്. അതെന്തോ പറച്ചിലാണ് അണ്ണൻ പറഞ്ഞത്, പിന്നെ ഞങ്ങൾ ചെയ്ത് തരത്തില്ലയോ? ചെയ്ത് തന്നാൽ മതി. എന്തുകൊണ്ട് മുതലാളി വന്ന് പറഞ്ഞിട്ട് പോയാൽ? ആശാനെ അവരുടെ കഥ കടയുന്നില്ല. ഞാൻ പറഞ്ഞു വെട്ടത്തിൽ വല്ല ഇച്ചിരി വെട്ടി കളയാൻ. ഞാൻ അത് എടുക്കാൻ പോയപ്പോഴത്തേക്ക് നീ പരിപാടി മൊത്തം ഇപ്പൊ തീർത്താനല്ലടാ. രാജത്തെ ഞാൻ പറയും, നീ അത് ചെയ്താൽ മതി. ഞാൻ എളുപ്പവഴിക്ക് എൻ്റെ ഒരു ഐഡിയ പറഞ്ഞുള്ളൂ. ആശാന്റെ ബുദ്ധിയിലേക്ക് ചെയ്താൽ മതി. ആശാനെ ബുദ്ധി കൊണ്ട് ചെയ്യുന്നുണ്ട്, ആശാന് പണിയുണ്ടെന്നും. നീന്തോ ജനന്റെ അളവൊന്നും പിടി. വളക്കാൻ വേണ്ടി പാടാണ്. ആശാനെ ഇന്ന് വളർന്നേ. രാജത്തെ നിന്റെ അച്ഛനോടുള്ള സഹകരണം കൊണ്ട് മാത്രമാണ് നിന്നെ വീണ്ടും പണിക്കെടുത്തത്. പിന്നെ ഈ ടേപ്പ് നിന്നാണ് ഇവിടെ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്താ പണിസാനം എടുത്താലും ആശാൻ പറഞ്ഞു ഞാൻ ഒന്നും എടുക്കാറായിട്ടില്ലെന്ന്. ആകെ ഉള്ളത് പെൻസിൽ ചെയ്ത് വെച്ചോളം പറഞ്ഞു. പെൻസിൽ വെച്ച് ഞാൻ അങ്ങനെ അളക്കും. എൻ്റെ സാധനം വെച്ചില്ല എനിക്ക് അളക്കാൻ പറ്റൂ. രാജത്തെ എന്റെ തെറ്റായിപ്പോയി നിന്നെ പണിക്കെടുത്തത്. നീ ടേപ്പ് എടുത്തോണ്ട് പോയി അളന്നേ. അടിക്കണക്ക് വേണോ അതോ മീറ്റർ കണക്ക് വേണോ? നീ ഏതെങ്കിലും കണക്കിന് അളവ് നിർത്തുണ്ടോ നീ? ആശാനെ ഇതിൻ്റെ അറ്റത്തൊന്ന് പിടിച്ചേ. നീ അത് ഇങ്ങോട്ട് തന്നെ, നീ പോ, ഞാൻ അളന്നോളാം. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്കൊന്നും തരത്തില്ലെന്ന്. എന്നാൽ രണ്ടുപേരും വാ, ചായ പിടിക്കാം. നീ ഒന്നടാ, ഇത് അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് ചായ കുടിക്കരുത്. ഒന്നാമത് പേര് ദിവസമാണ് വീട്ടുകാർ ചായ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് പണി അങ്ങ് തുടങ്ങുന്നു. അതൊന്ന് മാറ്റിയെടുക്കാന്ന് വെച്ചാൽ വേണ്ട, ഒന്നും സമ്മതിക്കണ്ട. നിനക്ക് അതൊക്കെ മാറ്റാൻ നല്ല ഉത്തരവാദിത്തം അല്ലയോ? ആ പണിയിലൊന്നും ഉത്തരവാദിത്തം കാണിക്കണം നീ. എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ വേണ്ട, ഇതിന് പിടിയില്ല. ഇതിന് പിടി എന്താ ആശാനെ? പണ്ട് നിന്നെ പോലെ ഒരുത്തൻ പണിക്ക് വന്നതാ, അവനായി പിടി അടിച്ചോണ്ട് പോയി. എന്തോ കൊണ്ടുപോകാൻ എനിക്കറിയത്തില്ല. ഇതുവരെ ആയിട്ട് ഇതിനൊരു പിടിയിടാൻ പറ്റിയില്ല. വലിയ പണിക്കാരനാന്നും പറഞ്ഞ് നടക്കുക. രാശത്തെ നീ എന്റെ വിളിക്ക് മുറിച്ചു കൂട്ടാൻ നോക്കല്ലേ. അത് തോറ്റു കണ്ടില്ലേ, എല്ലാവരും ഞാൻ കാണിച്ചു തരാം. ആശാനെ ചായ തണുത്ത് പോത്തേ ഉള്ളേ. ശല്യം പോയാൽ കുടിക്കും നീ അങ്ങ്. അണ്ണോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. കാര്യം ചോദിക്കാൻ പറ്റിയ സമയം എന്ത് കുഞ്ഞേ? അണ്ണ ഒരു ഡബിൾ കോട്ട് കട്ടിലൂടെ വേണമായിരുന്നു. ഇനി എങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ? അണ്ണാ അതൊരു ഫർണിച്ചർ കടയിലോട്ട് പോയി നോക്കണോ? കിടിലെ സാധനം കിട്ടത്തില്ലേ? രാജസത്തിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. ഓ നമ്മളൊന്നും പറയുന്നില്ലേ. എന്തായാലും ഇത് നമ്മൾ പണി തീർക്കട്ടെ. എന്തായാലും ഉരുപ്പടികൾ അതും വരും. നമുക്ക് അതിലൂടെ വെച്ച് നമുക്ക് തട്ടി കൂട്ടാം. അണ്ണ നമ്മുടെ ആ ഫ്രണ്ട് വശത്തെ കഥ മറ്റേ തുറക്കാനും അടയ്ക്കാനും ഭയങ്കര ടൈറ്റ് ആയത്. ഞാൻ പുള്ളിയോട് പറഞ്ഞായിരുന്നു ശരിയാക്കണേ. അത് ഈ മഴയുള്ളപ്പോൾ മാത്രമല്ലോ, അത് നമ്മൾ അങ്ങനെ ടൈറ്റ് വെക്കുന്നത്. ഈ മിറ്റമൊക്കെ മഴ പെയ്ത് നനഞ്ഞിടക്കുമായിരിക്കും. അപ്പോൾ ചാടി ചെന്ന് കഥ പറഞ്ഞ് തെന്നി വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ടൈറ്റ് വെക്കുന്നത്. ഏത് അതാ ഞാൻ പറഞ്ഞ ആശാനം കിട്ടുന്ന വരട്ടെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് കയറി വെട്ടിപ്പൊളിച്ച് കളയുള്ള സാധനമല്ലോ കഥ. രാജസത്ത് ചെറുതായിട്ട് പണി പഠിച്ചു വരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ പണി നടക്കട്ടെ. എന്തായാലും 20-ാം തീയതിക്കുള്ളിൽ മൊത്തം തീർത്ത് തരണം. നിങ്ങളുടെ പണി മൊത്തം തീർക്കണം കേട്ടല്ലോ. ആശാനെ ഞാൻ ചെറുതായിട്ട് പണിയൊക്കെ പഠിച്ചില്ലേ? ഉളിഞ്ഞിട്ടില്ല എടുത്തോട്ടെ. ഉളി എടുത്തോ, ചുറ്റിലും എടുക്കണ്ട. ഉളി മാത്രം വെച്ച് ഞാൻ തുടങ്ങിയത്. ഞാൻ എന്തായാലും പോയി ചാടിക്കാൻ